പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിവേകിയുടെ മനസ്സ് വാക്കുകളെ യുക്തിയുക്തമാക്കുന്നു, അങ്ങനെ അതിന് പ്രേരക ശക്തി വർദ്ധിക്കുന്നു. സുഭാഷിതങ്ങൾ 16 അധ്യായം 23 വാക്യം. ഓ പരമാ ദിവ്യകാരുണ്യമേ ഈശോയെ, അവിടുത്തെ നാമം ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു. ഈശോയുടെ നാമത്തിൽ പിതാവായ ദൈവത്തോട് ഈ പുതിയ ആണ്ടിനെ 2024 അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. 1998 ജനുവരി 1 കഞ്ചിക്കോട് മരിയൻ ശുശ്രൂഷയിലൂടെ നൽകപ്പെട്ട 24-ാം സന്ദേശം ഓർക്കുന്നു. മക്കളെ, നന്ദികെട്ട ജനത്തിനു നേരെ കർത്താവിൻ്റെ കോപം പൂർണ്ണതയിൽ ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കുക. ആക്രമണങ്ങളും നശീകരണവും അസമാധാനവും തകർന്ന രീതിയിലുള്ള ഭരണകൂടവും വഴി അനേകർ നശിക്കാൻ ഇടയുള്ളതിനാൽ എല്ലാ മക്കളും മനമുരുകി പ്രാർത്ഥിക്കണം. ഇന്ത്യ സാത്താൻ്റെ ഘോരമായ കരവലയത്തിൽ പെടുന്നു. പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ എല്ലാ മക്കളും തയ്യാറാകണം. ഈശോയെ ഈ ചെറിയ സന്ദേശത്തിൽ 3 പ്രാവശ്യം പ്രാർത്ഥനയെ എടുത്തു കാണിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഞങ്ങൾക്ക് വേണം. 2024 തിരുസഭാ മാതാവ് പ്രാർത്ഥനയുടെ വർഷമായി പ്രഖ്യാപിച്ചിരിക്കുന്നുവല്ലോ. അതിനായി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ഞങ്ങളിതാ തയ്യാറായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ, വന്നു വസിക്കണമേ. 2024 പ്രാർത്ഥനയുടെ വർഷമാണല്ലോ. നിറഞ്ഞ പ്രാർത്ഥന 2024 ദൈവമക്കളിൽ ഉണ്ടാകുവാനായി നമുക്ക് പരമദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കുർബാനയുടെ അമ്മയും ആദ്യ സക്രാരിയുമായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ദിവ്യകാരുണ്യ ഹൃദയം വഴി ഈ പുതിയ വർഷത്തിൽ, പുതിയ ആണ്ടിൽ, 2024 നിറയട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.